എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഉൽപാദന മേഖലകൾ, ഉൽപാദന ഘടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എക്കണോമിക്സ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ ഒൾക്കോനോമിയ, ഇത് പല പ്രാവശ്യം PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒൾക്കോനോമിയ എന്ന പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏത് ഭാഷയിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്? എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഒൾക്കോനോമിയ എന്ന പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്നാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി. അപ്പോൾ അഫ്നോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഇനി എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആണ് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം എന്നിവയെ കുറിച്ചെല്ലാം പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ ഓക്കോനോമിയ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്നാണ്. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഒരു ഡെഫിനിഷനാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ കുറിച്ചുള്ള പഠനത്തെയാണ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ്. ഇനി നമുക്ക് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ പറ്റി മനസ്സിലാക്കാം. ആദ്യമായിട്ട് ആദം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദം സ്മിത്ത് ആണ്. അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡ് തത്വചിന്തകനാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു തിയറി ഉണ്ട്, ഒരു സിദ്ധാന്തം. ആ തിയറിയാണ് ലെയ്സസ് ഫെയർ സിദ്ധാന്തം. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡ് തത്വചിന്തകനായ ആദം സ്മിത്ത് ആണ് ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തം എന്താണ് പ്രതിപാദിക്കുന്നത്? ലെയ്സസ് ഫെയർ സിദ്ധാന്തം പ്രതിപാദിക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം എന്നാണ് ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിലൂടെ ആദം സ്മിത്ത് സമർത്ഥിക്കുന്നത്. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ് ലെയ്സസ് ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമാണ് ലെയ്സസ് ഫെയർ സിദ്ധാന്തം. ഈ ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം എന്താണ് സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചത്? വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്നാണ് അദ്ദേഹം ലെയ്സസ് ഫെയർ തിയറിയിലൂടെ സമർത്ഥിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന് സമർത്ഥിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന് സമർത്ഥിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദം സ്മിത്ത് ആണ്. ഇനി ആദം സ്മിത്തിന്റെ പ്രശസ്തമായ 2 കൃതികളെ പറ്റി നമുക്ക് നോക്കാം. ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഇങ്ങനെ 2 പുസ്തകങ്ങളാണ് ആദം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട 2 കൃതികൾ. ഏതൊക്കെയാണ്? ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ 2 പുസ്തകങ്ങളുമാണ് ആദം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ സാധാരണയായി വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകം ചുരുക്കപ്പേരിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നതാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതിയുടെ മുഴുവൻ പൂർണ്ണമായ പേര്. ഇത് പുറത്തിറക്കിയത് 1776 ഈ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് എക്കണോമിക് എന്ന ശാസ്ത്രശാഖ
പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് വേർപെടുകയും പുതിയതായിട്ട് ഒരു ശാഖയായി മാറുകയും ചെയ്തത്. അപ്പോൾ ഏത് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ വേർപെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ആദം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്കിന്റെ രചയിതാവ് ആദം സ്മിത്ത് ആണ്. ഈ വെൽത്ത് ഓഫ് നേഷന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന ശാഖയിൽ നിന്ന് എക്കണോമിക്സ് എന്ന പുതിയ ശാസ്ത്രശാഖ വേർപെടുന്നത്. അതുകൊണ്ടാണ് ആദം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനാണ്. എക്കണോമിക്സ് എന്ന പേര്, സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു തിയറിയാണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം. അപ്പൊ ലോ ഓഫ് ഡിമാൻഡിന്റെ ഉപജ്ഞാതാവാണ് ആൽഫ്രഡ് മാർഷൽ. ലോ ഓഫ് ഡിമാൻഡ് ചോദന നിയമം. ചോദന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ വില ആ വസ്തു മറ്റു വിലകളുമായി താരതമ്യം ചെയ്ത് വാങ്ങിക്കുന്ന ആ പ്രക്രിയയാണ് ചോദന നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ചോദന നിയമത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനാണ്. അദ്ദേഹമാണ് എക്കണോമിക്സ് എന്ന പദം സാമ്പത്തിക ശാസ്ത്രത്തിന് നിർദ്ദേശിച്ചത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനാണ്. എക്കണോമിക്സ് എന്ന വാക്ക് സംഭാവന ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറിയാണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം. ഇത്രയും കാര്യങ്ങളാണ് ആൽഫ്രഡ് മാർഷൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വസ്തുതകൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാൾ മാർക്സ്. കാൾ മാർക്സ് ഒരു ജർമ്മൻ തത്വചിന്തകനാണ്. ആദം സ്മിത്ത് സ്കോട്ട്ലൻഡ് തത്വചിന്തകൻ, ആൽഫ്രഡ് മാർഷൽ ഇംഗ്ലീഷ് തത്വചിന്തകൻ, കാൾ മാർക്സ് ജർമ്മൻ തത്വചിന്തകനാണ്. ഇദ്ദേഹത്തിന്റെ 2 പ്രശസ്തമായ കൃതികളാണ് മൂലധനം അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ, രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ 2 പുസ്തകങ്ങളാണ് കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിൽ പ്രശസ്തമായ 2 കൃതികൾ. മൂലധനം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മൂലധനത്തിന്റെ മറ്റൊരു പേരാണ് ദാസ് ക്യാപിറ്റൽ. ഇത് 3 വാല്യങ്ങളായിട്ടാണ് കാൾ മാർക്സ് പുറത്തിറക്കിയത്. അപ്പോൾ കാൾ മാർക്സ് ഒരു ജർമ്മൻ തത്വചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് മൂലധനം, ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹം ഫ്രെഡറിക് ഏംഗൽസുമായി ചേർന്ന് 1848 പുറത്തിറക്കിയത്. ഇനി കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശസ്തമായ സിദ്ധാന്തമുണ്ട്, ദ തിയറി ഓഫ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം. തിയറി ഓഫ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തം. അപ്പോൾ 3 തിയറികൾ നമ്മളിപ്പോൾ പഠിച്ചു. എന്തൊക്കെയാണ്? ലേസസ് ഫെയർ തിയറി ആഡം സ്മിത്ത്, ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് അതായത് ആൽഫ്രഡ് മാർഷൽ, പിന്നെ തിയറി ഓഫ് വാല്യൂ മിച്ചമൂല്യ സിദ്ധാന്തം. ഇതിന്റെ ഉപജ്ഞാതാവ് കാൾ മാർക്സ് ആണ്. അങ്ങനെ 3 തിയറിയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ 2 ഭാഗങ്ങളെ പറ്റിയാണ്. എക്കണോമിക്സിനെ 2 ആയിട്ടാണ് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. എക്കണോമിക്സിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. ഇനി നമുക്ക് ഇതിനെ വിശദമായിട്ടൊന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, പ്രൈസ് തിയറി, വില സിദ്ധാന്തം എന്നീ 3 പേരുകളിൽ മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, പ്രൈസ് തിയറി, വില സിദ്ധാന്തം എന്നീ പേരുകൾ അറിയപ്പെടുന്ന എക്കണോമിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. പ്രൈസ് തിയറി, വില സിദ്ധാന്തം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവാണ് മാർഷൽ റിക്കാർഡോ. മൈക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ് മാർഷൽ റിക്കാർഡോ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തിനാണ് മൈക്രോ എക്കണോമിക്സിൽ പ്രാധാന്യം കൊടുക്കുന്നത്. വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉൽപാദനം, ഡിമാൻഡ്, വില, സപ്ലൈ എന്നിവയെ കുറിച്ചുള്ള പഠനം. അതാണ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു ഉൽപാദനം, അതിന്റെ ഡിമാൻഡ്, അതിന്റെ വില, അതിന്റെ വിതരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സിന്റെ ശാഖ ഏതെന്ന് ചോദിച്ചാൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മൈക്രോ എക്കണോമിക്സിനെ പറ്റി നോക്കാം. മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, പ്രൈസ് തിയറി, വില സിദ്ധാന്തം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പിന്നീട് ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാർഷൽ റിക്കാർഡോ ആണ് മൈക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ്. മൈക്രോ എക്കണോമിക്സ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഒരു വസ്തുവിന്റെ ഉൽപാദനം, ഡിമാൻഡ്, വില, വിതരണം എന്നിവയാണ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മാക്രോ എക്കണോമിക്സ്. ഇതിന്റെ ഹെഡിങ്ങിൽ ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ജനറൽ തിയറി, പൊതു സിദ്ധാന്തം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ജനറൽ തിയറി, പൊതു സിദ്ധാന്തം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന എക്കണോമിക്സിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവാണ് KM കെയ്ൻസ്. മാക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവാണ് JM കെയ്ൻസ്. ഒരു വസ്തുവിന്റെ, നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വസ്തുവിന്റെ ഉൽപാദനം, വില, ഡിമാൻഡ്, വിതരണം എന്നിവ, ഇത് മൊത്തത്തിൽ മാക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഉള്ള ഉൽപാദനവും അതിന്റെ ഡിമാൻഡും അതിന്റെ വിലയും സപ്ലൈയും എന്നിങ്ങനെ ബൾക്കായിട്ടുള്ള ഉൽപാദനം, അതാണ് മാക്രോ എക്കണോമിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എക്കണോമിക്സ് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സ് വ്യക്തിഗത മൂല്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സ് നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് സമ്പദ് വ്യവസ്ഥകൾ. സമ്പദ് വ്യവസ്ഥകൾ 3 തരമാണ് ഉള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ സമ്പദ് വ്യവസ്ഥകളെ 3ആയിട്ട് തരംതിരിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. എങ്ങനെ സമ്പദ് വ്യവസ്ഥകളെ 3ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ സമ്പദ് വ്യവസ്ഥകളും എന്താണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ മാർക്കറ്റ് എക്കണോമി എന്നാണ് വിളിക്കുന്നത്. ഈ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദം സ്മിത്ത് ആണ്. എന്തുകൊണ്ടെന്നാൽ ലേസസ് തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ആദം സ്മിത്തിന്റെ ലേസസ് തിയറിയെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ ആയിരിക്കും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇതിൽ ലാഭം, ജനങ്ങളുടെ ക്ഷേമമല്ല ഇതിൽ ലക്ഷ്യം കാണുന്നത്, ലാഭം മാത്രമായിരിക്കും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ലക്ഷ്യം. USA ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് മാർക്കറ്റ് എക്കണോമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ ലേസസ് തിയറിയെ അടിസ്ഥാനമാക്കിയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് ആദം സ്മിത്തിനെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം എന്നുള്ളത് മാത്രമാണ്. ജനക്ഷേമത്തിന് ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്തത് സോഷ്യൽ സമ്പദ് വ്യവസ്ഥ. സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമാൻഡ് തിയറി. ഇതിൽ എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. സ്വകാര്യ വ്യക്തികളുടെ ഇതിൽ ഉണ്ടെങ്കിലും അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും. ഏതിൽ? സോഷ്യൽ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് കാൾ മാർക്സ് ആണ്. സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് കാൾ മാർക്സ് ആണ്. സോഷ്യൽ സമ്പദ് വ്യവസ്ഥ ലാഭത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് കൂടുതലും ജനക്ഷേമത്തിനും ആസൂത്രണം, സാമ്പത്തിക സമത്വം എന്നിവയ്ക്കാണ്
സോഷ്യൽ സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്താണ്? സോഷ്യൽ സമ്പദ് വ്യവസ്ഥ ജനക്ഷേമം, സാമ്പത്തിക സമത്വം, ആസൂത്രണം എന്നിവയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലാഭത്തിന് പ്രാധാന്യം നൽകുന്നില്ല, പകരം ജനക്ഷേമം, ആസൂത്രണം, പിന്നെന്താണ്, സാമ്പത്തിക സമത്വം എന്നിവയ്ക്കാണ് സോഷ്യൽ സമ്പദ് വ്യവസ്ഥ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കാണപ്പെടുന്നത് ചൈന, ക്യൂബ എന്നീ രാജ്യങ്ങൾ ഒരു പരിധിവരെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയാണ് നിലവിൽ. പൂർണ്ണമായും സോഷ്യൽ സമ്പദ് വ്യവസ്ഥയല്ല, ഒരു പരിധിവരെ ചൈനയിലും ക്യൂബയിലും എല്ലാം ഏത് സമ്പദ് വ്യവസ്ഥയാണ് നിലവിൽ ഉള്ളത്? സോഷ്യൽ സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്. അടുത്തതായിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതു സ്വകാര്യ മേഖലകളിൽ സംയുക്തമായി പ്രവർത്തിക്കുന്നു. ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ വില നിയന്ത്രണം അല്ലെങ്കിൽ സാമ്പത്തിക നിയന്ത്രണം മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ബാധകമാണ്. സ്വകാര്യ സ്വത്തിനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സാമ്പത്തിക നിയന്ത്രണവും വില നിയന്ത്രണവും നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥക്ക് ഉദാഹരണമാണ് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതു സ്വകാര്യ മേഖലകൾ സംയുക്തമായാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത്. ലാഭത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ വില നിയന്ത്രണത്തിനും വിധേയമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഉദാഹരണം ഇന്ത്യ. ഇനി അടുത്തതായിട്ട് ഉൽപാദന ഘടകങ്ങളെ പറ്റി നമുക്ക് നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഉൽപാദനം. അപ്പോൾ ഉൽപാദനത്തിന് 4 ഘടകങ്ങളാണ് ഉള്ളത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഘടകങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ വഴിയാണ് ഉൽപാദനം എന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉൽപാദനം. ഉൽപാദനത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇനി ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണ്, ജലം, ഖനികൾ ഇവയെല്ലാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങൾ ആണ്. മണ്ണ്, ജലം, ഖനി ഇവയെല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ട ഉൽപാദന ഘടകങ്ങളാണ്. തൊഴിൽ. ഒരു തൊഴിലാളി ശാരീരികമായും തന്റെ ബുദ്ധിപരമായും ചെയ്യുന്ന അധ്വാനത്തെയാണ് തൊഴിൽ എന്ന് വിളിക്കുന്നത്. ഈ തൊഴിലൂടെ കിട്ടുന്ന പ്രതിഫലമാണ് വേതനം. അപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി തന്റെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്ന അധ്വാനത്തെയാണ് തൊഴിൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് മൂലധനം. ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന കാണുവാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളെയാണ് മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂലധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് മൂലധനം. ഉദാഹരണം യന്ത്രം, കമ്പ്യൂട്ടർ, വാഹനം എന്നിവയെല്ലാം മൂലധനത്തിന് ഉദാഹരണമാണ്. ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് പലിശ എന്ന വാക്കാണ്. പലിശ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മൂലധനത്തിന്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് പലിശയാണ്. ഇനി സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ 3 ഘടകങ്ങളെയും കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന പ്രക്രിയയാണ് സംഘാടനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് സംരംഭകൻ. സംരംഭകൻ ഈ 3 ഉൽപാദന ഘടകങ്ങളെയും സംയോജിപ്പിച്ച് ഉൽപാദനം നടത്തുന്നു. ഇതിനെയാണ് സംഘാടനം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം ലാഭം. ഈ സംഘാടനത്തിന്റെ പ്രക്രിയയിലൂടെ ലഭിക്കുന്നത് ലാഭമാണ്. ഇനി ഉൽപാദന മേഖലകൾ. സാമ്പത്തിക മേഖലയിലെ ഉൽപാദന മേഖലകളെ 3 ആയിട്ട് തരംതിരിക്കാം. പ്രാഥമിക മേഖലകൾ, ദ്വിതീയ മേഖലകൾ, തൃതീയ മേഖലകൾ. പ്രാഥമിക മേഖലകൾ, ദ്വിതീയ മേഖലകൾ, തൃതീയ മേഖലകൾ. പ്രാഥമിക മേഖലകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന പ്രക്രിയകളെയാണ് പ്രാഥമിക മേഖലകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം ഖനനം, മത്സ്യബന്ധനം, കൃഷി, വനവൽക്കരണം ഇവയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന പ്രക്രിയകളെയാണ് പ്രാഥമിക മേഖലകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക മേഖലയുടെ നട്ടെല്ല്
കൃഷിയാണ്. പ്രാഥമിക മേഖലയിൽ ഖനനം, മത്സ്യബന്ധനം, കൃഷി, വനവൽക്കരണം എന്നിവയെല്ലാം ഉണ്ടെങ്കിലും പ്രാഥമിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കാർഷിക മേഖല. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. പ്രാഥമിക മേഖലയുടെ നട്ടെല്ല് കൃഷിയാണ്. പ്രാഥമിക മേഖല ഏതൊക്കെ പെടുന്നു? ഖനനം, മത്സ്യബന്ധനം, വനവൽക്കരണം, കൃഷി എന്നിവയെല്ലാം പ്രാഥമിക മേഖലയിൽ പെട്ടവയാണ്. ഇനി ദ്വിതീയ മേഖലകൾ. വ്യാവസായിക മേഖല, വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ് വ്യാവസായിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ടുള്ള മേഖലയെയാണ് ദ്വിതീയ മേഖലകൾ അല്ലെങ്കിൽ വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നത്. ഉദാഹരണം വൈദ്യുതി, പലതരം സാധനങ്ങൾ ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെയാണ് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. അങ്ങനെ പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള മേഖലയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നത്. തൃതീയ മേഖല. തൃതീയ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപാദന വസ്തുക്കളുടെ ശേഖരണം, വിതരണം തുടങ്ങിയവ നടത്തുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതും ദ്വിതീയ മേഖലകളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ വസ്തുക്കളുടെ ശേഖരണവും അതോടൊപ്പം അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട മേഖലയാണ് തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഈ മൂന്ന് മേഖലകളിൽ ഏതാണ്? തൃതീയ മേഖലയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. അപ്പോൾ കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എന്താണ്? നട്ടെല്ലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃതീയ മേഖലയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ എക്കണോമിക്സിനെ പറ്റി പഠിച്ചു വെക്കുവാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിനുശേഷം ഇതിന്റെ വൺ വേർഡ് ആൻസേഴ്സ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കാണുക. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള എക്കണോമിക്സ് ക്ലാസ്സുകളും കാണുക. താങ്ക്സ്.